എൻ്റെ തിരുക്കുമാരനും പരിശുദ്ധ അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അമ്പിളി ഡിൻഡോ. ഞാൻ ആളൂർ സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ വരുന്നു. ഞാൻ ഒരു നേഴ്സായി UK വർക്ക് ചെയ്യുകയാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബിൽ ആകസ്മികമായിട്ട് ഒരു അച്ഛൻ്റെ ധ്യാനം കാണാനിടയായി. ഒത്തിരി ഇഷ്ടത്തോടെ അല്ലെങ്കിലും ഞാൻ പിന്നീടുള്ള ധ്യാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സെപ്റ്റംബർ 2022 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. 90 ദിവസം 100% ആത്മാർത്ഥതയോടുകൂടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ചു പോയി. അങ്ങനെ 2025 മെയ് മാസത്തിൽ എൻ്റെ 2 ബ്രസ്റ്റിലും ചെറിയ നോഡ്യൂൾസ് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഒത്തിരി പേടിച്ചു. ഞാൻ ക്യാൻസർ ആയിരിക്കുമെന്നൊക്കെയുള്ളൊരു ഭയം എന്നെ ഭയങ്കരമായിട്ട് അലട്ടിയിരുന്നു. മാനസികമായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് വേദനിച്ചിരുന്നു. ആ സമയത്ത് ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. തീർത്ഥാടന ഉടമ്പടി എടുത്ത സമയത്തുണ്ടായിരുന്ന ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു. ആ തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ പ്രാർത്ഥനാ സഹായം വിളിച്ച് അപേക്ഷിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്നെ അവർ അവിടെയുള്ള ബ്രസ്റ്റ് ക്ലിനിക്കിലേക്ക്, അതായത് ക്യാൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അൾട്രാസൗണ്ട് സ്കാനിന് വേണ്ടി അവർ റെഫർ ചെയ്തു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞ ബൈബിൾ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സ്കാൻ ചെയ്തു. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നത് ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. അതൊരു ഹോർമോണൽ ചേഞ്ചസ് ആണ്, അല്ലാതെ അതിൽ ക്യാൻസറിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് അവരെ സാക്ഷ്യപ്പെടുത്തി. ഞാൻ ഒത്തിരി നൊമ്പരപ്പെട്ടിരുന്ന സമയങ്ങളായിരുന്നു. മാനസികമായി ഞാൻ ഒത്തിരി തളർന്നിരുന്ന സമയത്ത് എനിക്കെൻ്റെ തമ്പുരാൻ ഒരു വചനം നൽകി അനുഗ്രഹിച്ചു. അതായത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായമാണ്. അതിൽ കുറച്ച് വചനങ്ങളുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, ഞാൻ നീ അറിയാത്ത ജനതകളുടെ മുൻപിൽ നിന്നെ ഞാൻ സാക്ഷിയായി നിർത്തും. നീ അവരുടെ മുൻപിൽ ദൈവത്തെ പ്രകീർത്തിക്കാനായിട്ട് ഇടവരും. അതെനിക്ക് ആദ്യകാലങ്ങളിലൊന്നും മനസ്സിലായിരുന്നില്ല. ഞാൻ വായിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. എങ്കിലും പിന്നീട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായത്. ഈ അൾത്താരയിൽ വന്ന് അത് എന്നെ അറിയാത്ത വ്യക്തികളുടെ മുൻപിൽ ഈശോയെ സാക്ഷ്യപ്പെടുത്താനാണ് അതിലൂടെ എനിക്ക് ആ ഒരു മെസ്സേജ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ആ സൗഖ്യത്തിന് ഒരുപാട് നന്ദി തമ്പുരാനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ അടുത്തൊരു സാക്ഷ്യമെന്ന് പറയുന്നത്, ഞങ്ങൾ UK അവിടെ ഒരു ഭവനം സ്വന്തമായി ലഭിക്കാൻ നല്ല പാടാണ്. അതും പലതരത്തിലുള്ള ഭവനങ്ങളുണ്ട്. ഡിറ്റാച്ച്ഡ് ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഹൗസാണ്. അത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പം പല വീടുകളും ഞങ്ങൾ പോയി കണ്ടു, പക്ഷേ ഒന്നും ശരിയായില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഭവനം ഞങ്ങൾക്ക് ലഭിച്ചു. ആ ഭവനം കാണാൻ പോകുന്ന വ്യൂവിങ്ങിന് പോയ സമയത്ത് ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി ഞാൻ ഉടമ്പടി ഉപ്പ് ആ ഭവനത്തിൻ്റെ കോമ്പൗണ്ടിൽ ഇട്ടു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ ഭവനത്തിൻ്റെ ഭിത്തിയേൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം ഞാൻ അവിടെ ഒരു ചെറിയൊരു കല്ലിൻ്റെ താഴെ ഇവിടുന്ന് കിട്ടി എനിക്കൊരു ഉടമ്പടി കാശ്രൂപമല്ല, അല്ലാത്ത ഒരു കാശ്രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കാശ്രൂപം അവിടെ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, ഈ ഭവനം എൻ്റെ കൈ കിട്ടി, എനിക്ക് തിരിച്ചു വന്ന് ഈ കല്ലിൻ്റെ അടിയിൽ നിന്ന് എനിക്ക് ആ കാശ്രൂപം എനിക്കെടുക്കാനായിട്ട് അമ്മ അനുവദിക്കണം എന്ന്. അതുപോലെ തന്നെ ആ ഭവനം ഞങ്ങൾക്ക് ലഭിച്ചു. ഭവനം ഞങ്ങളുടെ കൈകളിൽ ലഭിച്ചു. ആ കാശ്രൂപം എനിക്ക് അവിടുന്ന് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കാശ് രൂപം എനിക്ക് എടുക്കാനായിട്ട് അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അടുത്തൊരു സാക്ഷ്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ഭവനത്തിൽ നിന്നും ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലേക്ക് കുറച്ച് ദൂരമുണ്ട്. എനിക്ക് ഡ്രൈവ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്കൊരു വാഹനം ആവശ്യമായിരുന്നു. അപ്പം അമ്മയോട് ഞാൻ അവിടെ വെച്ച് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്ന സമയത്തൊരു നിയോഗം വെച്ചിരുന്നു. എനിക്ക് സിൽവർ ഗ്രേ കളറിലുള്ളൊരു കാറ് നൽകി അനുഗ്രഹിക്കണം, അമ്മ തന്നതാണ് എന്നുള്ള ഉറപ്പിനായിട്ട്. അതുപോലെ തന്നെ അമ്മയുടെ നിറമുള്ള ഒരു കാറ് ഞങ്ങൾക്ക് നൽകി അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് മേടിച്ചതെന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ സമർപ്പിക്കുന്നു. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്, പ്രേക്ഷിത പ്രവർത്തനം ഞാൻ
അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലെയും ഞാൻ കൂടി ഞാൻ സ്റ്റാറ്റസായും മറ്റുള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡും ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എന്നോട് ആരെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വന്നാൽ ഞാൻ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അവർക്ക് എങ്ങനെ ഉടമ്പടി എടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ജപമാല കൂട്ടായ്മയുണ്ട്. ഒരു ചെറിയ ജപമാല കൂട്ടായ്മയാണ്. ഞങ്ങൾ കുറച്ച് ഒരു 3-4 പേര് കൂടി ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നു. പിന്നെ അവിടെ നമുക്കങ്ങനെ പുറത്ത് ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാഹചര്യമില്ല. ഞാൻ ഉപവാസമെടുക്കുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഞാൻ എൻ്റെ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ വിഹിതം ഞാൻ അവിടുത്തെ ഫുഡ് ബാങ്കിൽ ഞാൻ അവർക്ക് അവിടെ ഷെയർ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു പ്രത്യേക ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ പണ്ടും വിശുദ്ധ കുർബാനയ്ക്കും എല്ലാത്തിനും ഞാൻ പങ്കെടുക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാനയോട് കൂടുതൽ ഈശോയോട് കൂടുതൽ ഇഷ്ടത്തോടു കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനുള്ളൊരു വലിയ കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യ കാലഘട്ടങ്ങളിൽ നിന്നും ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, ഉടമ്പടി ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് ഉടമ്പടി, എങ്ങനെയാണ് ഒരു ഉടമ്പടി എന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മാറ്റിമറിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നല്ലൊരു വ്യക്തിയായി നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാം എന്നതാണ് ഉടമ്പടിയുടെ അർത്ഥമെന്ന് എനിക്കിപ്പം മനസ്സിലായത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കുമ്പസാരിക്കുന്നത് ഒരു 15 ദിവസം 20 ദിവസം കൂടുമ്പോൾ സാരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതുവരെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്കും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരുപാട് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. സങ്കീർത്തനം 3:3 വചനമാണ്. ദൈവം നമ്മുടെ രക്ഷാകവചമാണ്, നമ്മെ കാക്കുന്ന സംരക്ഷകനാണ്. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും ദൈവം നമ്മുടെ സംരക്ഷകനും ബലവും പ്രത്യാശയുമാണെന്ന് ഈ മകളേറ്റു പറയുന്ന ഒരു ദൈവാനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. നമ്മളെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. നമ്മളെ കൈപിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നത് അമ്മ മാതാവ് നമ്മെ രക്ഷകനായ കർത്താവിലേക്കുള്ള സുരക്ഷിത വഴിയാണ്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ ആദ്യം പറഞ്ഞത് ബ്രസ്റ്റിൽ ഒരു നോഡ്യൂളുണ്ടായിരുന്നു. അത് ക്യാൻസർ സ്ക്രീനിങ് ചെയ്തത്. അവിടെ പരിശുദ്ധ അമ്മ ഈശോയും ചേർന്ന് നിന്ന് ഈ മകൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് അവിടെ നിന്ന് ആ രോഗസൗഖ്യം കിട്ടിയത്. UK-യിലൊരു ഭവനം എന്നത് വളരെ റിസ്ക് ആയിട്ടുള്ളതാണ്. വളരെ ഡിഫിക്കൽട്ടാണ് അവിടെ ഒരു സ്ഥലം കിട്ടുന്നതും ഒരു ഭവനം കിട്ടുന്നതും. കുറച്ച് ശ്രമിച്ചതിന് ശേഷമാണ്, ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകൾക്ക് കാശ് രൂപം ആ സ്ഥലത്ത് കൊണ്ടിട്ട് പ്രാർത്ഥിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മ ഈ കാശ് രൂപം എനിക്ക് തന്നെ തിരിച്ചെടുക്കാനായിട്ടുള്ള എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കൾ ആയ ഉപ്പ് 4 വശത്തും ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മക്കൾക്ക് തന്നെ UK-യിൽ ആ ഭവനം സ്വന്തമായിട്ട് ലഭിക്കുകയും ചെയ്തു. പിന്നീട് പ്രാർത്ഥിച്ചത് ജോലിക്ക് പോകാനായിട്ടൊരു വാഹനം. ആ വാഹനം അമ്മ തന്നെയാണ് തന്നതെന്ന് അറിയിക്കാനായിട്ടാണ് ഗ്രേ കളർ പ്രത്യേകമായി പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെയാണ് ആ മകൾക്ക് ഗ്രേ കളറിൻ്റെ തന്നെ ഒരു സിൽവർ കളറിൻ്റെ തന്നെ സിൽവർ ഗ്രേ കളറിൻ്റെ തന്നെ ഒരു വണ്ടിയും വാങ്ങിക്കുവാൻ സാധിച്ചത്. ഓൺലൈൻ ഉടമ്പടി വഴിയും തീർത്ഥാടന ഉടമ്പടി വഴിയും ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു ചെല്ലുകയായിരുന്നു. ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ, രോഗസൗഖ്യപ്പെടുത്തണമേ എന്ന് ഈ മോൾ പ്രാർത്ഥിച്ചു. ദൈവാനുഭവത്തിൻ്റെ സാക്ഷിയാകാനായിട്ട്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാനായിട്ട് UK-യിലൊരു ഭവനത്തിന് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം 37 പറയുന്നത്. വിശ്വാസത്തിൽ വളരുമ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. കാനായിലും അതുപോലെ തന്നെയാണ് ചെയ്തത്. ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിലാണ് അമ്മ ആദ്യം തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്താൻ പറഞ്ഞത്, അവർക്ക് വൈനില്ല എന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ കാര്യങ്ങളിൽ അമ്മ ശ്രദ്ധാലുവാണ്.
അമ്മ ഓരോ കാര്യങ്ങളും ഈശോയോട് ചെന്ന് പറയുകയും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളിൽ ദൈവ ഇഷ്ടമാണെങ്കിൽ അത് നിറവേറ്റി തരികയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചം, എൻ്റെ മഹത്വവും, ഞങ്ങളെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെയെന്ന് നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.